നെക്സ്റ്റ് മൊഡ്യൂൾ 3 ഒരു ചെറിയ ടോപ്പിക്കായിരുന്നു ബാൻഡ് പാസ് ഫിൽറ്റർ എന്താണ്, ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ ഒക്കെ എന്താണ്. ഓക്കെ, മിനിമം സാധാരണ പിന്നെ ചോദിക്കാൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ബാൻഡ് പാസ് ഫിൽറ്റർ മാത്രമാണ്. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ ഇതാണ് സാധാരണ ചോദിക്കുന്നത്. ഓക്കെ, ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് പാസ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം പാസ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് സർക്യൂട്ട് എന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത്. ഉണ്ടോ, രണ്ട് സ്റ്റോപ്പ് ബാൻഡിനിടയ്ക്ക് എസ് ബി മീൻസ് സ്റ്റോപ്പ് ബാൻഡ്, പി ബി മീൻസ് പാസ് ബാൻഡ്, രണ്ട് സ്റ്റോപ്പ് ബാൻഡിനിടയ്ക്ക് ഒരു പാസ് ബാൻഡ് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എഫ് എൽ തൊട്ട് എഫ് എച്ച് വരെ ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ മാത്രമേ അത് പാസ് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് മാത്രമേ ഗെയിൻ ഹൈ ആയിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഗെയിൻ എന്താണ്, കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് രണ്ട് ടൈപ്പാണുള്ളത്, വൈഡ് ബാൻഡ് പാസ് ഫിൽറ്ററും ഉണ്ട്, നാരോ ബാൻഡ് പാസ് ഫിൽറ്ററും ഉണ്ട്. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടറാണ്, എങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെ സെലക്ടിവിറ്റി എന്നൊക്കെ പറയും. കണ്ടോ, ക്യൂ ഇസ് എ മെഷർ ഓഫ് എ സെലക്ടിവിറ്റി, ഹയർ ദ വാല്യൂ ഓഫ് ക്യൂ ദ മോർ സെലക്റ്റീവ് ഈസ് ദ ഫിൽറ്റർ ഓർ മോർ ഓവർ ദ ബാൻഡ് വിഡ്ത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ടിവിറ്റിനെയാണ് നമ്മൾ ക്യൂ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഫാക്ടർ ലെസ് ദാൻ 10 ആയിട്ടുള്ളതാണ് വൈഡ് ബാൻഡ് പാസും, ഗ്രേറ്റർ ദാൻ 10 ആയിട്ടുള്ളതാണ് നാരോ ബാൻഡ് പാസ്. ഇതിന് രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് എഫ് സി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എഫ് എച്ച് എ മൈനസ് എഫ് എൽ ആണല്ലോ അല്ലേ. അപ്പം എഫ് സി മീൻസ് ആ ഒരു സെൻറ്റർ ഫ്രീക്വൻസിനാണ് എഫ് സി എന്ന് പറയുന്നത്. ഓക്കെ, എഫ് സിയുടെ ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, റൂട്ട് ഓഫ് എഫ് എച്ച് ഇൻറ്റു എഫ് എൽ ആണ് സെൻറ്റർ ഫ്രീക്വൻസി എഫ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി വൈഡ് ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടോ, ഒരു ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററും ഒരു ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ശരിക്കും എന്താ ഒരു വൈഡ് ബാൻഡ് പാസ് ഫിൽറ്റർ. അടുത്ത ഫിഗർ നോക്കിയത് എന്താ, ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ അല്ലേ, കപ്പാസിറ്ററും റെസിസ്റ്റൻസും ഒക്കെ വരുന്നൊരു ഹൈ പാസ് ഫിൽറ്ററാണ്. ഇതെന്താണ് ശരിക്കും, ഒരു ലോ പാസ് ഫിൽറ്റർ അല്ലേ. ഇത് രണ്ടുകൂടെ ജോയിൻ ചെയ്യുന്നതാണ് എന്ത് ഒരു വൈഡ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ അടുത്താണ് നാരോ ബാൻഡ് പാസ് ഫിൽറ്റർ. നാരോ ബാൻഡ് പാസ് ഫിൽറ്റർ ഓർ മൾട്ടി ഫീഡ്ബാക്ക് ഫിൽറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഫീഡ്ബാക്ക് ഫിൽറ്റർ സിൻസ് ഇറ്റ് ഹാസ് 2 ഫീഡ്ബാക്ക് പാത്ത്, രണ്ട് ഫീഡ്ബാക്ക് പാത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയുന്നത്. C2 R3 രണ്ട് ഫീഡ്ബാക്ക് പാത്തുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ ഫീഡ്ബാക്ക് എന്നും പറയാറുണ്ട് നാരോ ബാൻഡ് പാസ് ഫിൽറ്ററിനെ. ഓക്കെ, അതുപോലെ ഈ ഓപ്പാമ്പ് യൂസ് ചെയ്യുന്ന ഇൻവെർട്ടിംഗ് മോഡിലുമാണ്. നേരത്തെ ഈ കേസുകളിലൊക്കെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിലായിരുന്നു നമ്മൾ ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇൻവെർട്ടിംഗ് മോഡിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ്റെ ഇക്വേഷൻസ് ഇവിടെ നോക്കി വെച്ചാൽ മതി ഡിസൈൻ ചെയ്യാൻ വേണ്ടി. സാധാരണ ഇതിനകത്ത് പ്രോബ്ലംസ് ആണ് കൂടുതലും കാണുന്നത്. ഔട്ട്പുട്ട് ഓരോ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അവിടെ R1ൻ്റെ ഇക്വേഷൻ ക്വാളിറ്റി ഫാക്ടർ Q ഡിവൈഡഡ് ബൈ 2FC എന്നുള്ളതാണ് ഇക്വേഷൻ. സി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയറിയാം കപ്പാസിറ്റൻസ് രണ്ടെണ്ണം ഉണ്ട്, C1 C2. അത് നമ്മൾ സി തന്നെ എടുക്കുവാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഫാക്ടർ R1ൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, R2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ക്വാളിറ്റി ഫാക്ടർ Q ഡിവൈഡഡ് ബൈ 2FC മീൻസ് സെൻറ്റർ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തരും. FC ഇൻറ്റു C 2Q² മൈനസ് AF, അതിൽ R3 Q ഡിവൈഡഡ് ബൈ പൈ FC ഇൻറ്റു C. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. AF എന്ന് പറഞ്ഞാൽ ഗെയിനാണ്. ഗെയിൻ്റെ ഇക്വേഷൻ R3 ഡിവൈഡ് ബൈ 2R1 എന്നാണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടല്ലേ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മൈനസ് RF ബൈ R1 R3 ഡിവൈഡ് ബൈ 2R1 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ R2' ഒരു വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ട അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി ഫീഡ്ബാക്ക് ഫിൽറ്റർ ഈസ് ദാറ്റ് ദ സെൻറ്റർ ഫ്രീക്വൻസി FC ക്യാൻ ബി ചേഞ്ച് ടു എ ന്യൂ ഫ്രീക്വൻസി FC'. FC ഇപ്പം ഒരു ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, വേറെ ഫ്രീക്വൻസി FC' മാറ്റാം. അപ്പം അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റെസിസ്റ്റൻസ് R2ൻ്റെ വാല്യൂ വേറൊരു വാല്യൂലേക്ക് മാറ്റിയാലേ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ R2' ഇക്വേഷൻ ഇപ്പം കണ്ടുപിടിക്കണമെങ്കിൽ R2 ഇൻറ്റു FC ഡിവൈഡ് ബൈ FC' ആണ്. മിനിമം നമ്മൾ ഈ ഡിസൈനുള്ള 3 റെസിസ്റ്റൻസിൻ്റെയും ഗെയിൻ്റെ ഇക്വേഷനെങ്കിലും അറിഞ്ഞിരിക്കണം. രണ്ട് ടൈപ്സ് എന്താണ്, രണ്ട് ടൈപ്പിൻ്റെ സർക്യൂട്ടും അതിൻ്റെ ആ ഒരു ഗ്രാഫും. ഇപ്പോൾ വൈഡ് ബാൻഡ് പാസ് ആയാലും നാരോ ബാൻഡ് പാസ് ആയാലും ഗ്രാഫ് എന്താണ്, സെയിം തന്നെയാണ്. അടുത്തതാണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. ഈ ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററും രണ്ട് ടൈപ്പ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൈഡ് ബാൻഡ് റിജക്റ്റും ഉണ്ട്, നാരോ ബാൻഡ് റിജക്റ്റും ഉണ്ട്. നേരത്തെ നമ്മൾ വരച്ചതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി FLനും FHനും ഇടയ്ക്ക് മാത്രം പാസ് ചെയ്യുന്നു. ഇവിടെ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി മാത്രം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. കണ്ടോ, FHനും FLനും ഇടയ്ക്ക് എന്ത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത്രയും പോർഷനിൽ എന്ത് ചെയ്യത്തില്ല, സ്റ്റോപ്പ് ബാൻഡാണ്. രണ്ട് പാസ് ബാൻഡ് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ബാൻഡ് വരുന്നതാണ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പം വൈഡ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്ററിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. ഉണ്ടോ, ആ ഫസ്റ്റ് യൂണിറ്റ് കൺസിസ്റ്റ് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് സമ്മിങ് ആംപ്ലിഫയർ. ഇത്രയും ചേരുന്നതാണ് എന്ത് ഒരു വൈഡ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സർക്യൂട്ട് ഒന്ന് നോക്കി വയ്ക്കുക. അടുത്താണ് നാരോ ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ട്വിൻ T എന്നും പറയാറുണ്ട്, TWINT ട്വിൻ T നെറ്റ്വർക്ക് എന്നും പറയാറുണ്ട്. എക്സ്പ്ലെയിൻ ട്വിൻ T നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. കണ്ടോ, നോക്കി നിങ്ങൾക്ക് ഒരു T ഷേപ്പ് പോലെ ഇല്ലേ, രണ്ട് റെസിസ്റ്റൻസിനിടയ്ക്ക് ഒരു താഴോട്ടൊരു കപ്പാസിറ്റർ വരുന്നു. ഓരോ റെസിസ്റ്റൻസിനും പാരലായിട്ട് ഓരോ കപ്പാസിറ്റൻസും, പിന്നെ ഈ കപ്പാസിറ്റർ പാരലായിട്ട് ഒരു R/2 റെസിസ്റ്റൻസും വെച്ചിട്ടുണ്ട്. ട്വിൻ T നെറ്റ്വർക്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ ബാൻഡ് റിജക്റ്റിൻ്റെ ഗ്രാഫാണിത്. FHനും FLനും ഇടയ്ക്ക് അവിടെ നമ്മൾ FC ആണെങ്കിൽ ഇവിടെ FN എന്നാണ് പറയുന്നത് കേട്ടോ.
ആ ഒരു സെൻറ്റർ ഫ്രീക്വൻസിനെ. ദെൻ എഫ് എൻ്റെ ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1/2πRC ആണ് എഫ് എൻ്റെ ഇക്വേഷൻ. പിന്നെ ഫൈനൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ കാണുന്നത് കേട്ടോ. ട്വിൻറ്റി നെറ്റ്വർക്കാണ് ഈ നോൺ ഇൻവെർട്ടിങ്ങിലേക്ക് കൊടുക്കേണ്ടത്. അത് ഇൻവെർട്ടിങ്ങിൽ നമ്മളിങ്ങനൊരു കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഇതാണ് ശരിക്കും സർക്യൂട്ട് എന്ന് പറയുന്നത്. ട്വിൻറ്റി നെറ്റ്വർക്ക് എന്താണെന്ന് കാണിച്ചാൽ ഇവിടെ ഇതാണ് ഫൈനൽ സർക്യൂട്ട് ഓഫ് ഏത് നാരോ ബാൻഡ് പാസ് റിജക്ടർ ഫിൽട്ടർ എന്ന് പറയുന്നത്.